സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് അതിതീവ്ര മുന്നറിയിപ്പുണ്ട്. 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ് ഇതുള്ളത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, മലബാർ മലയോര മേഖലകളിൽ എങ്ങനെയാണ് മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്? ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മറ്റ് വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് വൃന്ദ. എന്തായാലും മഴ ഇന്ന് ശക്തമായി തുടരുന്നില്ല. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്പം മുൻപ്. അതുവരെ ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ കാര്യമായ മഴയൊന്നും ഉണ്ടായിട്ടില്ല. റെഡ് അലർട്ട് എന്നുള്ളത് പേരിന് മാത്രമായി പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും കാറ്റിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചുഴലിക്കാറ്റാണ് പലയിടത്തും അപകടം സൃഷ്ടിച്ചത്, നാശം വിതച്ചത്. അതിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം നാശം വിതച്ച പലയിടത്തും ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ വീണ അരീക്കാട് പ്രദേശത്തെ P&T ക്വാർട്ടേഴ്സിന്റെ പിറകുവശത്തെ നിരവധി വീടുകൾ കഴിഞ്ഞ 2 ദിവസമായി ഇരുട്ടിലാണ്. അവിടെയൊന്നും തന്നെ വെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത സാഹചര്യമാണ്. വൈദ്യുതി ഇല്ലാത്തത് കാരണം അത് ഈ P&T ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ടെലിഫോൺ വിഭാഗത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. അതായത് പൊതുസ്ഥലമാണ്. ആ പൊതു ഇടത്തിലെ മരം വീണിട്ടാണ് ഇത്രയും വലിയൊരു നാശം സംഭവിച്ചത്. പക്ഷെ അവിടുത്തെ മരങ്ങൾ മുറിച്ചു നീക്കാൻ BSNL അധികൃതർ അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് അവർ പറഞ്ഞപ്പോൾ അത് അടുത്ത ദിവസം ആകട്ടെ എന്നൊരു കർക്കശ ബുദ്ധിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ആക്ഷേപം ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് കാരണം തന്നെ നിരവധി വീട്ടുകാരാണ് ഇങ്ങനെ വെളിച്ചവും ഒപ്പം തന്നെ വെള്ളവും ഇല്ലാതെ കഴിയുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലാണ് ഈ ഒരു ദുർഗതി എന്നത് പ്രത്യേകം ഓർക്കണം. കാരണം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഇടപെടുമെന്ന് ഉറപ്പ് നൽകിയ ആളാണ്. പക്ഷേ എന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകൾക്കാണ്, ഇത്തരമൊരു ബേപ്പൂർ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ KSEBയുടെ ഇതുവരെയുള്ള നഷ്ടം ഇന്നലെ വരെയുള്ളത് 1.85 കോടിയാണ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ 4 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അവിടെ 151 പേരെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ ക്യാമ്പുകളെല്ലാം തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ, അതായത് ശക്തമായി വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലെ ആളുകളെ ഒഴിച്ചു നിർത്തി മറ്റുള്ളവരെല്ലാം തന്നെ തിരികെ ഇന്ന് തന്നെ വീട്ടിലേക്ക് അയക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അധികൃതരുള്ളത്. അപ്പോഴും ചെറിയ ചാറ്റൽ മഴ തുടരുന്നതും ഒപ്പം തന്നെ കാറ്റിന്റെ അന്തരീക്ഷം ശക്തമായി നിലനിൽക്കുന്നതും ആശങ്ക പടർത്തുന്നുണ്ട്. വൃന്ദ, മലയോര മേഖലകളിൽ അടക്കം തന്നെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മലബാറിന്റെ മലയോര മേഖലകളിൽ അടക്കം തന്നെ ശക്തമായ മഴ തുടരുന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ സാധാരണഗതിയിലേക്ക് മഴ ശാന്തമാകുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.